1981 മുതൽ 1990 വരെയുള്ള കാലമാണ് മമ്മൂട്ടി തന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ദശകം. അതിൽ തന്നെ 1984 മുതൽ 1985 വരെ വർഷങ്ങളില് 34 വീതം സിനിമകളിലും 1986 ല് 35 സിനിമകളിലുമാണ് മമ്മൂട്ടി അഭിനയിച്ചത്. മമ്മൂട്ടിയടക്കമുള്ള ഒരു നടനും ഒരു ഭാഷയിലും ഇനിയങ്ങോട്ട് ഇത്രയധികം സിനിമകളില് ഒരു വർഷം പ്രധാന വേഷത്തില് അഭിനയിക്കാന് കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയും സിനിമകളെന്നു പറയുമ്പോൾ അത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുഭവസമ്പത്തിന്റെ കാര്യം കൂടി കണക്കാക്കേണ്ടിവരും. മമ്മൂട്ടി എന്ന ബഹുരൂപിയായ അഭിനയ വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ആധാരശിലയായി വർത്തിച്ചത് ഈ സമയത്തെ സിനിമകളാണെന്ന് നിസ്സംശയം പറയാം. സ്ഫോടനം, കൃഷ്ണ, അഹിംസ, യവനിക, പടയോട്ടം, ഈ നാട്, ഇന്നല്ലെങ്കില് നാളെ, കൂടെവിടെ, ഇനിയെങ്കിലും, സന്ദർഭം, ഒന്നാണ് നമ്മള്, ചക്കരയുമ്മ, അതിരാത്രം, അക്ഷരങ്ങള്, അടിയൊഴുക്കുകള്, ആൾക്കൂട്ടത്തില് തനിയെ, തിങ്കളാഴ്ച നല്ല ദിവസം, തമ്മില്, മകന് എന്റെ മകന്, കഥ ഇതുവരെ, നിറക്കൂട്ട്, യാത്ര, കരിമ്പിൻപൂവിനക്കരെ, കാതോടു കാതോരം, കരിയിലക്കാറ്റുപോലെ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തില്, പൂമുഖപ്പടിയില് നിന്നെയും കാത്ത്, പൂവിനു പുതിയ പൂന്തെന്നല്, ആവനാഴി, നൊമ്പരത്തിപ്പൂവ്, ന്യൂഡൽഹി, തനിയാവർത്തനം, അനന്തരം, മനു അങ്കിള്, ഒരു CBI ഡയറിക്കുറിപ്പ്, സംഘം, 1921, അടിക്കുറിപ്പ്, ഒരു വടക്കൻ വീരഗാഥ, ഉത്തരം, കോട്ടയം കുഞ്ഞച്ചന്, മതിലുകള്, സാമ്രാജ്യം, ഈ തണുത്ത വെളുപ്പാന് കാലത്ത് തുടങ്ങിയ സിനിമകളൊക്കെ പുറത്തുവരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അടൂര് ഗോപാലകൃഷ്ണന്, M.T. വാസുദേവന് നായര്, KG ജോർജ്, പത്മരാജന്, IV ശശി, ജോഷി, ഹരിഹരന്, ഭരതന്, CB മലയില്, ലോഹിതദാസ്, സത്യന് അന്തിക്കാട്, പവിത്രന്, PG വിശ്വംഭരന്, ഡെന്നിസ് ജോസഫ്, SN സ്വാമി തുടങ്ങിയ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും വൈവിധ്യമാർന്ന സിനിമകളിലൂടെ ഇന്ത്യന് സിനിമയിൽ തന്നെ മറ്റൊരു നടനും ലഭിക്കാത്ത തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളുടെ സൗഭാഗ്യമാണ് മമ്മൂട്ടിയെ തേടിയെത്തിയത്. 80കളില് മമ്മൂട്ടിക്കു ലഭിച്ച കഥാപാത്രങ്ങളുടെ ആഴവും പരപ്പും വ്യത്യസ്തതയും അതേ കാലത്ത് മറ്റേത് ഇന്ത്യന് ഭാഷാ സിനിമകളിലും അഭിനയിച്ചിരുന്നവർക്ക് ലഭ്യമായിരുന്നോ എന്നു പരിശോധിക്കുമ്പോൾ ആ നടന്റെ അനന്യതയെ സംബന്ധിക്കുന്ന കൂടുതല് തെളിച്ചങ്ങള് വെളിച്ചപ്പെട്ടു വരാനിടയുണ്ട്. ഒരു പെർഫോമര് എന്ന നിലയില് പരുവപ്പെടാന് അത്തരത്തിലുള്ള അസുലഭാവസരങ്ങള് എത്രമാത്രം സഹായകമാവുകയും സ്വാധീനമാവുകയും ചെയ്തെന്നു മനസ്സിലാക്കാന് മമ്മൂട്ടി പഠിതാക്കൾക്ക് ഏറെ ഗുണപ്പെടുമോ അന്വേഷണം. PG വിശ്വംഭരന്റെ പിന്നിലാവില്, OIT വാ കരിഫിഷ് കണ്ണാളെ, പാടി വാ ലൗ ഗാനം എന്നൊക്കെ പാട്ടുപാടി പൂർണിമ ജയറാമിനു ചുറ്റും തുള്ളിക്കളിച്ച അതേ നടനെയാണ് KP കുമാരന്റെ നേരം പുലരുമ്പോളിലെ ബ്രദര് ലോറൻസായും കാണികള് കണ്ടത്. PK ശ്രീനിവാസനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തില് തനിക്ക് അക്കാലത്ത് ലഭിച്ച പക്വതയേറിയ കഥാപാത്രങ്ങളെക്കുറിച്ച് മമ്മൂട്ടി തന്നെ പ്രകടിപ്പിച്ച അഭിപ്രായം ഇങ്ങനെയാണ്. അക്ഷരം, കാണാമറയത്ത്, ആൾക്കൂട്ടത്തില് തനിയെ, നിറക്കൂട്ട്, യാത്ര. എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഇതിലൊക്കെ അഭിനയിച്ചത്? ഇന്നത്തെ പിള്ളേരെപ്പോലെ ആടിക്കളിച്ചു നടക്കുന്ന കാലത്താണ് അത്തരം പടങ്ങളിലൊക്കെ ഞാന് അഭിനയിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായി അഭിനയിക്കേണ്ട കാലത്താണ് ഞാന് വലിയ മക്കളുടെ തന്തയായിട്ടും വലിയ നായികമാരുടെ ഭർത്താവായിട്ടും അവരുടെ കാമുകനായിട്ടുമൊക്കെ അഭിനയിക്കുന്നത്. അന്നത്തെ അഭിനയം സീനിയർ ആർട്ടിസ്റ്റുകളോടൊപ്പമാണ്. അന്ന് എനിക്ക് അതിന്റേതായ ഒരു പക്വതയോ വളർച്ചയോ ഉണ്ടായിരുന്നില്ല. കടപ്പാട്